ോടും എൻ്റെ ഈശോയോടും ഞാൻ ഈ സാക്ഷ്യം പറയുവാൻ താമസിച്ചതിന് മാപ്പ് പറയുന്നു. എൻ്റെ പേര് ജൂലിയറ്റ് സേവ്യർ എന്നാണ്. ഞാൻ കൊല്ലം രൂപതയിൽ ചവറ തെക്കുംഭാഗത്തു നിന്നാണ് വരുന്നത്. 2018 ഞങ്ങൾ ഇതിന് മുൻപും ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി വർഷം കൊണ്ട് ഞാനിവിടെ വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നതെല്ലാം എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. 2018 മോന് കാനഡയ്ക്ക് പോയിരുന്നു, സ്റ്റുഡൻ്റായിരുന്നു. 2019 മോന് കോളേജിലിരിക്കുമ്പം ഇടത് കാലിന് ഒരു പെരുപ്പും വേദനയും വന്നതാണ്. ആ പെരുപ്പും വേദനയും വന്നത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലെ തന്നെ കാലിന് അറ്റാക്ക് വന്നതാണ്. പക്ഷേ ഒരു കാര്യമുണ്ടായിരുന്നു, മോൻ പോകാൻ നേരത്ത് ഇതിൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ ചെറിയൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് മൊത്തം പോകാത്ത രീതിയിൽ അത് മൊത്തം പ്രിൻ്റ് ചെയ്ത് നല്ല രീതിയിലാക്കി പേഴ്സിലിട്ടിരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പേഴ്സ് എപ്പോഴും ഉപയോഗിക്കുന്ന അവരുടെ ശരീരത്ത് കൂടെ കൊണ്ടു കിടക്കുന്നതായതുകൊണ്ട് ഞാൻ ആ കാശുരൂപം പേഴ്സിലിട്ട് കൊടുത്തിരുന്നു. മോൻ അത് സംഭവിക്കുമ്പോഴും ആ പേഴ്സ് ഈ പോക്കറ്റിലുണ്ടായിരുന്നു. പക്ഷെ ആ ഭാഗം വരെ ഇത് വന്നുള്ളൂ, മുകളിലോട്ട് വന്നില്ല. പക്ഷേ അങ്ങനെ അറ്റാക്ക് വന്നാൽ ആളിനെ കിട്ടത്തില്ലെന്നാണ് ഞങ്ങൾ ഇവിടെയുമുള്ള ഡോക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. വലിയ അത്ഭുതമാണ്. എൻ്റെ മോന് 1 വർഷത്തോളം കാല് മൊത്തം സർജറിയൊക്കെ ചെയ്ത്, എങ്കിലും എൻ്റെ മോന് സുഖമായിട്ടിരിക്കുന്നു. ഒരു കുഴപ്പമോ ഒരു അപകടമോ മറ്റൊന്നും വന്നില്ല. നടക്കുന്നതിന് ഒരു ചെറിയൊരു കാലെടുത്ത് വെക്കുന്നത് പോലുള്ള ഒരു കുഴപ്പമേ വന്നോളൂ. 1 വർഷത്തോളം എടുത്തത് പൂർണ്ണമായി സുഖമാകാൻ. അതിനുവേണ്ടിയാണ് മാതാവിനോട് നന്ദി പറയാനാണ്. പിന്നെ നമ്മൾ മക്കളൊക്കെ പുറത്ത് പോകുമ്പോൾ ഇതുപോലെ ആ കാശുരൂപം ഒരു ചെറിയ കവറിനകത്താക്കി നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഇങ്ങനെ കൊടുത്തു വിട്ടാൽ നല്ലതായിരിക്കും. എപ്പോഴും കഴുത്തേലൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ ആ കാശുരൂപം നഷ്ടപ്പെട്ടു പോകും. പക്ഷേ പേഴ്സിലാകുമ്പോൾ അത് എപ്പോഴും സൂക്ഷിക്കും, കയ്യിൽ തന്നെ കാണും. അത് മാതാവ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. സൗഖ്യം കിട്ടി. ഇപ്പം മോൻ്റെ കല്യാണമാണ്, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഇസ്രയേലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഞാൻ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് തിരിച്ച് പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഒരുപാട് നാൾ പോകാൻ ശ്രമിച്ച് ഒത്തിരി കാശൊക്കെ നഷ്ടമായി. പിന്നെ ഞാൻ 13 വർഷം കാത്തിരുന്ന് എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് ചൊല്ലി. പക്ഷേ പറ്റിയില്ല. 13ാമത്തെ വർഷം എനിക്ക് മോൻ പറഞ്ഞു, അമ്മ ഇതുപോലെ കാനഡയ്ക്കൊന്ന് വിസിറ്റിങ്ങിനെങ്കിലും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രമിച്ചു, എന്നിട്ടും അതും ശരിയാകുന്നില്ല. അപ്പോൾ 23-ാം തീയതി ഡിസംബർ 30-ാം തീയതി ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച്. ഞാൻ ഈ 13 വർഷം കൊണ്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കിതുവരെ സാധിച്ചിട്ടില്ല പോകാനെങ്കും. അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും രാജ്യത്ത് എനിക്ക് കൊണ്ടുപോകണം, ശരിയാക്കി തരണം. ഡിസംബർ 30 വരെ ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ കാത്തിരിക്കുമെന്ന് പറഞ്ഞു. ശരി, അതുപോലെ തന്നെ എല്ലാവരും എന്നെ കളിയാക്കി, നടക്കത്തില്ലെന്ന് പറഞ്ഞ്. 28-ാം തീയതി ആയപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞിടേ 28 ആയല്ലോ ഇയാൾ പറഞ്ഞിട്ട് നടന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു നിമിഷം മതിയല്ലോ എന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് ഡിസംബർ 30-ാം തീയതി കാനഡയ്ക്ക് പോകാൻ വിസ ശരിയായി വന്നു. ഞാൻ കാനഡയ്ക്ക് പോയി 7-8 മാസം അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വന്നപ്പോൾ ഞങ്ങളുടെ കുടുംബത്തൊരു കേസുണ്ടായി. അങ്ങനെയാണ് തിരിച്ച് വന്നത്. പക്ഷേ വന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ ഞാനും മോനും കൂടെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഞങ്ങൾ അയോഗ്യരാണ്, അമ്മയ്ക്ക് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. അത് കേസ് എന്ന് പറയുന്നത് ജാമ്യം പോലും കിട്ടാത്ത കേസാണ്. അമ്മയ്ക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അമ്മ ചെയ്തു തരിക. അമ്മ അഭിഭാഷകയായി ആ വക്കീലിൻ്റെ അടുത്ത് ചെന്ന് ഞങ്ങൾക്ക് ജാമ്യം കിട്ടണം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ മനസ്സമ്മതമാണ് പിറ്റേ ആഴ്ച, ജാമ്യം കിട്ടണം. അതുകൊണ്ട് അമ്മ എല്ലാ സഹായവും ചെയ്തു തരണം, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മോനും ഞാനും കൂടി ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് വന്ന വഴിയെ വന്നിട്ട് പോയത്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ജാമ്യം കിട്ടി. പിന്നെ അങ്ങനെ മനസ്സമ്മതമൊക്കെ കഴിഞ്ഞ് പിന്നെന്ന് പറയുന്നത് ഞാൻ ഇവിടെ വരികയും മറ്റ് ധ്യാനത്തിന് വണ്ടി വിടും. ആളുകളെ 50 പേരെയൊക്കെ വെച്ചൊക്കെ വണ്ടിയിൽ അട്ടപ്പാടിയിൽ അവിടെ ഇവിടെയൊക്കെ ഞാൻ കൊണ്ടുപോകും. അങ്ങനെ പോകുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി വിളിക്കും, മദ്ദലന മറിയം പരിശുദ്ധ അമ്മ മറിയം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിളിക്കുമായിരുന്നു. എൻ്റെ ഭവനത്തിൽ എൻ്റെ അനിയത്തിമാരും എൻ്റെ സഹോദരങ്ങളും ഒക്കെ എതിരായിരുന്നു എനിക്ക്. ഞാൻ ഇവിടെ വരുന്നതിനും എനിക്ക് എതിരായിരുന്നു. എന്നെ കളിയാക്കി വിളിക്കുമായിരുന്നു. ഞാൻ അമ്മയടുത്ത് വന്ന് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, അമ്മ എന്നെ കളിയാക്കിയ വ്യക്തികളെയെല്ലാം അമ്മ ഈ മണ്ണിൽ കൊണ്ടുവരണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവർ കളിയാക്കിയപ്പോൾ ആദ്യം എനിക്ക് വിഷമം വന്ന്, പിന്നെ ഞാൻ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല.
അതിന് മറുപടി കൊടുക്കാനും നിന്നില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ വ്യക്തികളെല്ലാം ഇന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയെടുത്ത് അവരോരോ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയും, ഈ അനിയത്തിയുടെയൊക്കെ മോൻ ചോദിച്ച്, അമ്മ വലിയ മമ്മി പോയപ്പം നിങ്ങളെല്ലാം കളിയാക്കി, ഇപ്പം നിങ്ങളെല്ലാം ഇപ്പം കൃപാസനത്തിൽ കിടക്കുന്നത് എന്താണെന്ന് ചോദിച്ച്. അതുപോലെ അമ്മയുടെ അടുത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് സാധിച്ചു തരും. പിന്നെ ഞാൻ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ രോഗികളായ അമ്മാമ്മമാരെയൊക്കെ നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തുള്ളവരെയോ ചിലപ്പോൾ ആശുപത്രിയിൽ ചെന്നോ ഒക്കെ അവരെയൊക്കെ നോക്കുകയും കാണുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ അടുത്തുള്ള രോഗികളായിട്ടുള്ളവർക്കൊക്കെ ഈ തൈലം, ഉപ്പ് ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. അവർക്ക് തേച്ചൊക്കെ കൊടുക്കും. അവർക്ക് സൗഖ്യം കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് അവർക്ക്. ഓരോ ചേച്ചിയുണ്ട് എപ്പോഴും എന്നെ കാത്തിരിക്കും ഇന്ന് ചെല്ലുമ്പോഴും ഉപ്പും പേപ്പറിനും ഒക്കെ വേണ്ടി. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ പിന്നെ ദൈവത്തിൻ്റെ മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. എൻ്റെ മകന് സൗഖ്യം തന്നത്, അതാണ് ഞാനിപ്പോൾ രണ്ടുമാണ് പറയാൻ ഉദ്ദേശിച്ച് വന്നത്. ഇനി ഞാൻ വീണ്ടും തിരിച്ചു പോകുന്നതിലും ഞാൻ അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം 4 പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ സാക്ഷ്യം പറയാനായിട്ട്. പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ഇവിടെ ഇരിക്കത്തതുമില്ല, ഇവിടെ മൊത്തം കറങ്ങി നടന്നിട്ട് തിരിച്ച് ഞാൻ അങ്ങ് പോവും. പക്ഷേ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതാണ് ഞാൻ രാവിലെ നേരം വെളുത്തപ്പോഴേ ഇങ്ങനെ എത്തിയത്. മാതാവ് താമസിച്ചതിന് ഒത്തിരി മാപ്പ് പറയുന്നു. എല്ലാ അനുഗ്രഹവും തന്നതിനും ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലേറെ പ്രത്യേകിച്ച് മകൻ്റെ രോഗസൗഖ്യത്തിനെ കുറിച്ചാണ് ഈ സാക്ഷ്യമുള്ളത്. ഇപ്പോൾ ഒരുപാട് അമ്മമാരുടെ സാക്ഷ്യങ്ങളൊക്കെയും മക്കളെക്കുറിച്ചുള്ളതാണ്. പ്രത്യേകിച്ച് വിദേശത്തുള്ള മക്കൾക്ക് ഇപ്പം നമുക്ക് പെട്ടെന്ന് ചെല്ലുവാനും നമ്മുടെ സാമീപ്യം അറിയിക്കുവാനും പറ്റാത്തൊരു സാഹചര്യത്തിൽ ഈ പ്രാർത്ഥന ഒരുപാട് പേർക്ക് ശക്തിയാവുന്നുണ്ടെന്നുള്ളതാണ്. അത് ഇപ്പം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയിൽ ഇരിക്കുന്നൊരു വ്യക്തിക്ക് ഒരു വ്യക്തിയെ ദൈവത്തിന് വേണ്ടി നേടാനായിട്ടുള്ള സാധ്യതകൾ അനന്തമാണ്. അതിലൊന്നാമത്തേത് നമുക്ക് ലഭിക്കുന്ന സാക്ഷ്യങ്ങളാണ്. അത് അയച്ചു കൊടുത്ത് അതൊന്ന് കേൾക്കാനായിട്ട് പറഞ്ഞാൽ പോലും അത്യാവശ്യം ഒരു വിശ്വാസത്തിൻ്റെ ഒരു തരിയെങ്കിലും ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ സാക്ഷ്യം തന്നെ അവിടെ ആശ്വസിപ്പിക്കുന്നുള്ള. രണ്ടാമത്തേത് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ കാശിരൂപം എല്ലാവരും പറയുന്നുണ്ട്. കാശിരൂപം അത് വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചൊരുങ്ങുന്നവർക്കൊക്കെയും അതൊരു സാന്നിധ്യവും സാമീപ്യമാണല്ലോ. ഇപ്പം നമ്മൾ പഴയ നിയമത്തിൽ തൊട്ട് മോശയുടെ കയ്യിലൊരു വടിയെന്നൊക്കെ പറയുന്ന പോലെ മനുഷ്യരായ നമുക്ക് ഒരു ടാൻജിബിളായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് എപ്പോഴും, അത് ജപമാലയും അല്ലെങ്കിൽ കാശിരൂപം ഇങ്ങനെയുള്ളത് നമ്മളെ റിമൈൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ ഉടമ്പടി എടുത്തവരാണ്, പ്രാർത്ഥിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് ഈ കാശിരൂപം എടുത്തുകൊണ്ട് പോയെന്ന് എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ സമയമൊക്കെ ദൈവത്തിന് വിളിച്ചവർ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകി നമ്മൾ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ദൈവം തന്നെ എപ്പോഴും ഓർമ്മിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതം ക്രമീകരിക്കുമ്പോൾ ദൈവം അതിനൊരു അനുഭവം തരുന്നതാണ്. പിന്നീട് ഇപ്പോൾ ഈ ഒരു അവസാനം വരെ വന്ന് നിൽക്കുമ്പം ഉടമ്പടിയെക്കുറിച്ചും അത് എപ്പോഴും ഈശോയിലേക്ക് നമ്മൾ നിലപാടെടുക്കുമ്പം ആദ്യം എതിരാവുന്നത് നമ്മുടെ ചുറ്റുപാടുമല്ല, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആളുകൾ തന്നെ ആയിരിക്കും എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കർത്താവ് തന്നെ പറയുന്നുണ്ട്. അതാണ് കർത്താവ് ചില സുവിശേഷത്തിൽ പറയും, ഞാൻ വന്നിരിക്കുന്നത് ഭിന്നതകൾ കൊണ്ടുവന്നിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു വീട്ടിൽ അപ്പൻ അമ്മയ്ക്കെതിരെയും അമ്മ അപ്പനെതിരെയും സഹോദരങ്ങൾ സഹോദരി അപ്പം ഇങ്ങനൊരു, കാരണം നിലപാടുകൾക്കെപ്പോഴും ദൈവിക നിലപാടുകൾക്കെപ്പോഴും എടുക്കുമ്പോഴേക്കും അത് ചുറ്റുമുള്ളവർ അതിൽ നിന്ന് മറുതലിക്കും. പക്ഷേ അന്തിമ വിജയം ദൈവത്തിൻ്റെതാണെന്നുള്ളൊരു വചനമുണ്ട്. അപ്പം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഉടമ്പടി ആരാധനയൊക്കെ നമ്മൾ അതിനാണ് സഹായിക്കുന്നത്. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരുടെ ഒരു മെജോറിറ്റിയിലേക്ക് കയറുകയല്ല, അതിൽ ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടത്. ബോധ്യത്തോടെ ജീവിതം ക്രമീകരിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മളെ കല്ലെറിഞ്ഞവരും കൂക്കി വിളിച്ചവരും എല്ലാം അവസാനം കർത്താവ് വചനത്തിൽ പറയുന്നുണ്ട്, എല്ലാ മുട്ടും ഒരു ദിവസം മടങ്ങും, എല്ലാ നാമം യേശുവിൻ്റെ നാമം ഏറ്റുപറയുന്നൊരു വചനമുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ, ഒരു പക്ഷേ എത്രയും വേഗം. അതുകൊണ്ടാണ് കർത്താവ് വചനത്തിൽ പറയുന്നുണ്ട്, യുവാവെ നിൻ്റെ യൗവനത്തിൽ സൃഷ്ടാവിനെ സ്മരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ഈ ഒരു സൃഷ്ടാവിനെ സ്മരിക്കുന്നതിലുള്ള ബോധ്യം ഒരുപാട് പേര് ഉടമ്പടിയിലൂടെ നേടിയെടുക്കുന്നുണ്ട് സമയബന്ധിതമായി.